ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സൗദിയിലെ ജിദ്ദയിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, ലിറ്റിൽ ഏഷ്യ എന്ന് പറഞ്ഞിട്ട്. ജിദ്ദ സീസണൊക്കെ നടന്നിരുന്ന സ്ഥലത്ത് തന്നെ ജിദ്ദ സീസണുമായിട്ട് അനുബന്ധിച്ചിട്ട് തന്നെ ഒരു നടക്കുന്ന ഇവൻറ്റാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ചെറിയൊരു ട്രിപ്പ്. ഞാൻ ഈ ട്രിപ്പിന് മെയിൻ ഇറങ്ങാൻ കാരണം ഇത് ഏഷ്യൻ ഇവൻറ്റ്സ് ആണല്ലോ. അപ്പോൾ ജപ്പാൻ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, കൊറിയ അങ്ങനെ കുറേ രാജ്യങ്ങൾക്കുള്ള കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജപ്പാനിലെ സക്കൂറ ബ്ലോസംസിൻ്റെ ചെറിയ സക്കൂറ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അവിടെ ഈ ചെറിയ ബ്ലോസം ട്രീസിൻ്റെ അവിടുന്ന് ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്തതാണ്, ഒറിജിനൽ അല്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഇവൻറ്റിന് ഇറങ്ങിയത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഫോട്ടോസിലും റീൽസിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ ഈവനിങ് ടൈമിൽ പോയാലേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ഇറങ്ങിയത്. പിന്നെ രാത്രി ആയാൽ ഒരു രസമാണല്ലോ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈവനിങ് ഇറങ്ങിയാൽ ഈ സക്കൂറ ഗാർഡന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജപ്പാൻ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, കൊറിയ, സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെ ഏഷ്യൻ കൺട്രീസിലുള്ള എല്ലാ കൾച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കൺട്രീസിൻ്റെ മീൽസും ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം പിന്നെ ആൾക്കാരും തിരക്കും ഒക്കെ ഈവനിങ് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സക്കൂറ ഗാർഡനിലേക്കാണ് വേഗം നടന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഇരുടായാലും നമുക്ക് ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് സക്കൂറ ഗാർഡനിലേക്കാണ് ഫസ്റ്റ് തന്നെ പോകുന്നത്. അപ്പോൾ ഇത് അവിടേക്കുള്ള എൻട്രി ആണ്. ഇതിപ്പോൾ ജപ്പാൻ സൈഡാണ്. അതേപോലെ തന്നെ ഓരോ തായ്ലൻഡ്, അതേപോലെ കൊറിയ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ അങ്ങനെ ഓരോ ഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഫുഡൊക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റോളായിട്ട് അവിടെ ടേബിളും ചെയറും ഒക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ടൈമിൽ വന്നാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജിദ്ദയിലൊക്കെ ഉള്ളവർ എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഈ ഒരു കുളത്തിൽ ഒരുപാട് ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് അവിടെ ചെറിയൊരു ജ്യൂസ് കോർണർ കണ്ട് അവിടെ നമ്മൾ കിട്ടേണ്ട കോക്കനട്ടിൻ്റെ ജ്യൂസൊക്കെ വാങ്ങി അവിടെ കുറച്ച് നേരം ഇരുന്ന്. അപ്പോഴത്തേനും രാത്രിയായി. ഇപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി വേറെ തന്നെ ഒരു വൈബാണ് അവിടെ. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾക്ക് മാത്രം ഉള്ള റൈഡ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ കൾച്ചേഴ്സും അതിൻ്റെതായ ആൾക്കാർ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ കുറേ കാഴ്ചകൾ ഓരോ സൈഡിലുണ്ട്. ഇത് അവിടുത്തെ ചെറിയൊരു വാട്ടർ പാർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറേ വാട്ടർ റൈഡ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഓരോ പവിലിയോൺസും അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് സിംഗപ്പൂർ, അതേപോലെ തന്നെ കൊറിയ, എല്ലാ ഇതും ഓരോ സൈഡിലായിട്ടാണ്. കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ട് നടന്നിട്ട് നമ്മളിപ്പം ഉച്ചക്കേശൊക്കെ വരാണെങ്കിൽ 4 PM മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ കുറേ കണ്ട് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മളൊന്ന് കറങ്ങി നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.